ഓ എന്തോന്നടേ ഇത്, പേടിപ്പിക്കണം. ഓ നിനക്കത് പറയാം, ഇവിടെ ഓഫീസിൽ പോകുന്ന സമയമാവുന്നു. എന്തുവാടാ നോക്കുന്നേ? വീണ്ടും നിന്റെ കാണാതെ പോയാ? ഏയ് നീ വല്ല തന്നെ എടുത്തത്? പോടാ. ചുമ്മാ കിളത്താടെ, ഞാൻ എൻ്റെ അടിയുടെ സിമ്മ് നോക്കിയത്. ഒരു ഫോണും 4 സിമ്മും, ഇതൊക്കെ എവിടെയാണ് കൊണ്ടുവരുന്നത്? ഫോണിലും അല്ല പിന്നെ ഇവിടെ. ഡാ നീ വരുന്നുണ്ടോ? ഇപ്പൊ വന്നാലേ ഞാൻ കൊണ്ടാക്കി തരാം, ഇല്ലെങ്കിലേ ഞാനങ്ങ് പോവും. ചൂടാവാതെ അളിയാ, എന്നാ വാ. നിട്ടോട്ട്. ആ എന്താടാ കാര്യം? ഇന്ന് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. ആഹാ. ഇന്നുകൂടി ആ ഷർട്ട് ഒന്ന് കെട്ടിയിരുന്നെങ്കിൽ. അയ്യോ ഡാ, അവൻ ആ ഷർട്ടൊന്നും എടുത്ത് കൊടുത്തേ. ഓ കാലത്തെ തുടങ്ങി അവൻ്റെ ഇരവ്. പോടെ പോടെ. എന്നാ താങ്ക്സ് അളിയ, ഈ ഉപകാരം ഞാൻ മറന്നാലും മരിക്കൂല. പോടെ പോടെ. എവിടെയാടാ ഇന്ന് ഇന്റർവ്യൂ? ഒരു ആനിമേഷൻ സെൻ്ററിലാടാ. വീട്ടുകാരുടെ കാശും മുടിച്ച് കോഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലിയില്ലാത്തൊരവസ്ഥ. ഈ ജോലി ഒന്ന് ശരിയായിട്ട് വേണം വീട്ടിലെ കടങ്ങളൊക്കെ വീട്ടാൻ. ഇതെൻ്റെ അവസാനത്തെ ശ്രമമാണ്. അതും കൂടി ശരിയായില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. നീ ധൈര്യമായിട്ട് പോയിട്ടോ. ആ അത് വിട്, ജോലി ടൂറിന് ചെലവുണ്ട് കേട്ടാ, അല്ലടാ സുധി? അത് പിന്നെ ചെയ്യാതിരിക്കൂടാ. നിങ്ങൾ എന്തായി പറയണേ? തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളോടൊക്കെ തീർത്താ തീരാത്ത കടപ്പാടുണ്ട് എനിക്ക്. എന്റെ പൊന്നു മോനെ, രാവിലെ നീ സെന്റി അടിക്കാതെ പോയി ഇറങ്ങ്. ഡാ ഞങ്ങൾ താഴെ കാണും, നീ വേടാ. ഡാ നീ വേഗം ഇറങ്ങി, എന്താ വരാം. മനു ഇറങ്ങിയോ? പോവാം. പെട്ടെന്ന് വാ, അമ്മര് താഴെ വെയിറ്റ് ചെയ്യുക. സുധി, എനിക്കൊരു 2000 രൂപ തരുവാടാ. എന്താടാ? ഇൻ്റർവ്യൂ കഴിഞ്ഞ് നാട്ടിലേക്കൊന്ന് പോകണം. അമ്മ വിളിച്ചിരുന്നു. എന്ത് പറ്റി? ഒട്ടും വയ്യടാ, മരുന്ന് മേടിക്കാനാ. അതിനെന്താ നീ ഞാൻ ATM എടുത്തു തരാം. ഡാ, ഓൾറെഡി നിൻ്റെ നിന്ന് ഒരുപാട് പൈസ ഞാൻ മേടിച്ചിരുന്നു. ഇതൊക്കെ എങ്ങനെ നീ ഒന്നിങ്ങ് തന്നെ? വന്നേ.
എന്താ ഇത്ര ലേറ്റേ? കുറച്ച് താമസിച്ചു പോയി. വാടാ. ഡാ നീ മനുവിനെ വിളിച്ചാ? ഡാ നിന്നോടാ ചോദിച്ചേ. റിങ് ചെയ്യുന്നുണ്ട്, അവ എടുക്കുന്നില്ല. എടുക്കുന്നില്ലേ? നീ ഇന്ന് മനുവിനെ വിളിച്ചായിരുന്നോ? ഇല്ല, ഞാൻ വിളിച്ചില്ലായിരുന്നു. എന്ത്? അല്ല നീ മനുവിനെ വിളിക്കാൻ പോയല്ലേ? ഏത് മനുവിനെ? നമ്മുടെ മനുവിനാ. പോടാ അവിടെ നിന്ന്. ഞാൻ മെസ്സേജ് നോക്കിയാ. നീ പോയി കുളിക്ക്. ശേ, വേണ്ടായിരുന്നു. ഞാൻ പോയി കുളിച്ചിട്ട് വരാം, നീ അവനെ വിളി. ആ ചക്കരെ പറ. ആ അത് കുറച്ച് ബിസി ആയി പോയിന്ന്. പിണങ്ങല്ലേ, വിളിക്കാം. നാളെ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ചുമ്മാ വാന്നേ. ഡേയ് മാറി നിന്ന് സംസാരിടേ. എന്തോന്നടേ ഇത്? എന്റെ കാര്യം കഷ്ടം തന്നെ ഡേ. ഓ ഭയങ്കരം തന്നെ. പോണം. ഏത് സമയം നോക്കിയാലും ഇവൻ്റെയൊക്കെ കയ്യിൽ ഓരോ ഫോണുകളാണ്. ഈ പെണ്ണുങ്ങൾക്ക് കണ്ണും കണ്ടുകൂടി. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുക. നീ എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? നിങ്ങളെന്താ വരാൻ ലേറ്റായി? ഓ അതൊന്നും പറയണ്ട, അവ ലേറ്റായോണ്ട. അല്ല നീ കാര്യം പറ, നീ എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? ഡാ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് എനിക്കൊരുത്തും മിടിയും കിട്ടുന്നില്ല. എന്താടാ? ഞാൻ പറയാം, നീ എന്നെ കളിയാക്കരുത്. നീ പറയുന്നെങ്കിൽ പറ. ഡാ ഞാൻ ഇവിടെ വന്ന സമയത്ത് കഥടച്ച് വന്നിരിക്കുകയായിരുന്നു. ആരോ കഥ തട്ടി. ഞാൻ പുറത്ത് നോക്കിയിട്ട് ആരും കണ്ടില്ല. അതിനുശേഷം ഞാൻ ഇവിടെ വന്നിരുന്ന സമയത്ത് എനിക്കൊരു SMS വന്നു. ടെറസിൻ്റെ മുകളിൽ ഒറ്റയ്ക്ക് തരില്ല. ടെറസിന്റെ മുകളിൽ ഒറ്റയ്ക്ക് വരാനാ? അതേടാ, എന്നിട്ട് ഞാൻ ടെറസിൻ്റെ മുകളിൽ ഒറ്റയ്ക്ക് തന്നു. ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് SMS വന്നു. ഇതാ നിന്നെ കാണിച്ചു തരാം. അയ്യോ, ആ SMS കാണുന്നില്ലടാ. നിനക്ക് വട്ടുണ്ടോ? ഇല്ലടാ, സത്യം പറയുന്നത് ഞാൻ. നീ ഇത് കേട്ടാ? എന്താ? ഇവനാരോ SMS അയച്ചെന്നോ കഥകി തട്ടിയെന്നോ ടെറസിന്റെ മുകളിൽ ചെല്ലാന്ന് പറഞ്ഞെന്നോ എനിക്കൊന്നും അറിഞ്ഞൂടാ. നീ എന്നെ വരും. എന്തോന്നല്ലേ ഇത്? നിങ്ങൾക്കൊക്കെ തമാശ. ഇവിടെ നടക്കുന്ന അത്ര പന്തിയായിട്ട് നീ തോന്നുന്നു.